നമസ്കാരം. വിദ്യാസാഗര മധുരമലയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയുടെ അവസാനത്തെ ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്ന ഭാഗത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം. ഒരു പുഴ, കേട്ടുകേൾവി മാത്രമുള്ള ഒരു പുഴയെ കാണാൻ പോകുന്ന ഒരു ബാലൻ്റെ കഥയാണ് ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിൽ ആരുമില്ലാത്ത ഒരു ദിവസം നോക്കി ആ ബാലൻ പുഴ കാണാൻ പോകാൻ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ പുഴ കാണാനായിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ അവൻ 2 പേരെ കണ്ടുമുട്ടി. ഒന്നാമതൊരു വുഡ് കട്ടർ, അതായത് ഒരു മരം വെട്ടുകാരനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിനോട് ഇനി പുഴയിലേക്ക് എത്ര ദൂരം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 7 മൈൽ ദൂരം എന്ന് മറുപടി പറയുന്നു. അതിനുശേഷം ഒരു പെൺകുട്ടിയെ അവൻ കണ്ടുമുട്ടുന്നുണ്ട്. ആ പെൺകുട്ടിയോട് ഇനി പുഴയിലേക്ക് എത്ര ദൂരം എന്ന് ചോദിക്കുമ്പോൾ യുക്തിഭദ്രമല്ലാത്ത നിലയിലുള്ള ഒരു മറുപടിയാണ്, 20 മൈൽ എന്നുള്ളൊരു മറുപടിയാണ് ആ പെൺകുട്ടി നൽകുന്നത്. അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് ആ ബാലൻ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. അങ്ങനെ നടന്നു നീങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു പച്ച തത്ത, പച്ചയും ചുവപ്പും നിറത്തിലുള്ള ഒരു തത്ത അവൻ്റെ മുന്നിലൂടെ പറന്ന് എവിടേക്ക്, മരങ്ങൾക്കിടയിലേക്ക് മറയുന്ന ഒരു കാഴ്ച വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് ചെയ്തത്, ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് അതിൻ്റെ ബാക്കിയാണ് ചർച്ച ചെയ്യാനായിട്ട് ഉള്ളത്. സോ ദ ബേർഡ് ഡിസപ്പിയർഡ് എമംഗ്സ്റ്റ് ദ ട്രീസ്. അതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അവൻ്റെ മുന്നിലൂടെ പറന്നു വന്ന പച്ചയും ചുവപ്പും നിറത്തിലുള്ള ആ തത്തമ്മ മരങ്ങൾക്കിടയിലേക്ക് എന്ത് ചെയ്തു, പറന്ന് മറഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ് ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ എ ട്രിക്കിൾ ഓഫ് വാട്ടർ കെയിം ഫ്രം ദ ഹിൽ സൈഡ്, ആ കുന്നിൻ ചെരുവിൽ നിന്നും ഒരു ചെറിയ നീരൊഴുക്ക് അവൻ്റെ കണ്ണിൽപ്പെട്ടു. എ ട്രിക്കിൾ ഓഫ് വാട്ടർ, ഒരു ചെറിയ നീരൊഴുക്ക്, ധാരധാരയായിട്ട് ജലം ഇങ്ങനെ ഒഴുകി വരുന്നതിനെയാണ് ട്രിക്കിൾ ഓഫ് വാട്ടർ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ആ ട്രിക്കിൾ ഓഫ് വാട്ടർ, ഒരു ചെറിയ നീരുറവ ആ ബോയിയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആൻഡ് ദ ബോയ് സ്റ്റോപ്ഡ് ടു ഡ്രിങ്ക്. സ്വാഭാവികമായിട്ട് ഒരല്പം വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ചെയ്തു ആ പയ്യൻ എന്ത് ചെയ്തു, അവിടെ നിന്നു. ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. അവൻ ആ വെള്ളം കുടിച്ചു. എങ്ങനെയുള്ള വെള്ളമായിരുന്നു അവൻ പാനം ചെയ്തത്? ദ വാട്ടർ വാസ് കോൾഡ് ആൻഡ് ഷാർപ്പ്. നല്ല തണുത്ത ജലമായിരുന്നു. ആൻഡ് ഷാർപ്പ്, ഷാർപ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം മൂർച്ചയുള്ളത് എന്നാണ്. ഒരിക്കലും ജലത്തിന് മൂർച്ചയുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു കത്തിയെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ മൂർച്ചയുള്ളതെന്ന് പറയാം. ഇവിടെ ജലം ഷാർപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ തണുപ്പ് എത്രത്തോളമായിരുന്നു എന്ന് പറഞ്ഞാൽ തുളച്ച് കയറുന്ന ആ കണക്കിനുള്ള തണുപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഷാർപ്പ് എന്ന് ചെയ്ത് അവിടെ ഉപയോഗിച്ചത്. അത് വളരെ കോൾഡ് ആൻഡ് ഷാർപ്പായിട്ടുള്ള വാട്ടർ ആയിരുന്നിട്ട് കൂടി ബട്ട് വെരി റിഫ്രഷിങ്, വളരെ ഉന്മേഷദായകമായിട്ടുള്ള ജലം കൂടിയായിരുന്നു. അതായത് ആ വെള്ളം കുടിച്ചപ്പോൾ അവൻ്റെ ക്ഷീണമെല്ലാം എന്ത് ചെയ്തു, പമ്പ കടന്നു എന്ന് പറയാം. ഹൗവർ, അങ്ങനെയാണെങ്കിലും ഇറ്റ് സീംഡ് ടു ഹാവ് ദി ഇഫക്റ്റ് ഓഫ് മേക്കിംഗ് ഹിം മോർ തേഴ്സ്റ്റി. ആ ജലം കുടിക്കുന്നതിനനുസരിച്ച് ആ പയ്യൻ കൂടുതൽ തേഴ്സ്റ്റി ആയിക്കൊണ്ടേയിരുന്നു. എന്താണ് തേഴ്സ്റ്റി എന്ന് പറഞ്ഞാൽ? തേഴ്സ്റ്റി മീൻസ് ദാഹമുള്ളത്. അതായത് ഓരോ തവണ ആ ജലത്തിൽ നിന്ന് അല്പമായിട്ട് കുടിക്കുമ്പോഴും അവൻ്റെ ദാഹം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ജലമായിരുന്നു അത്. വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള, സ്വാദിഷ്ടമായിട്ടുള്ള ജലമായിരുന്നു. ഓരോ തവണ കുടിക്കുമ്പോഴും വീണ്ടും വീണ്ടും കുടിക്കാനായിട്ടുള്ള ഒരു ചോദന അവനിൽ എന്ത് ചെയ്തു, ഉണ്ടായി എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. So the sun was striking his side of the hill and the dusty path became hotter, the stones scorching the boy's feet. The sun was striking his side of the hill. അവൻ ഏത് ഭാഗത്തു കൂടിയാണോ, കുന്നിൻ്റെ ഏത് ഭാഗത്തു കൂടിയാണോ നടന്നിരുന്നത് ആ ഭാഗത്തായിരുന്നു ഇപ്പോൾ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ചൂട് ഏൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ദ സൺ വാസ് സ്ട്രൈക്കിംഗ് ഹിസ് സൈഡ് ഓഫ് ദ ഹിൽ. അവൻ ഏത് വഴിയാണോ നടന്നിരുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ സൂര്യൻ എന്ത് ചെയ്യുന്നത്, ശക്തമായിട്ട് അടിക്കുന്നത്. ആൻഡ് ദ ഡസ്റ്റി പാത്ത് ബിക്കെയിം ഹോട്ടർ. ദ ഡസ്റ്റി പാത്ത്, ആ ഡസ്റ്റി ആയിട്ടുള്ള വഴി, ഡസ്റ്റി മീൻസ് പൊടി നിറഞ്ഞ വഴി, ബിക്കെയിം ഹോട്ടർ, ആ ചെമ്മൺ പാത എന്തായിക്കൊണ്ടേയിരുന്നു, ഹോട്ടർ മീൻസ് കൂടുതൽ താപമുള്ളത്, അതായത് കൂടുതൽ ചൂടുള്ളതായിട്ട് മാറിക്കൊണ്ടേയിരുന്നു ഈ സൂര്യൻ്റെ താപനമേറ്റ്. ദ സ്റ്റോൺസ് സ്കോച്ചിങ് ദ ബോയ്സ് ഫീറ്റ്. നമുക്കറിയാം ബോയ് നഗ്നപാതനായിട്ടാണ് നടക്കുന്നത്, ബെയർ ഫുട്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ കാലുകൾ എന്ത് ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു, സ്കോച്ചിങ്, പൊള്ളിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്തിനാൽ? ബൈ ദ സ്റ്റോൺസ്. ആ സ്റ്റോൺസ് മീൻസ് ഈ സൂര്യൻ്റെ ചൂടേറ്റ് തിളച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ചൂടായി കിടക്കുന്ന കല്ലുകൾ അവൻ്റെ കാലുകളെ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, പൊള്ളിച്ചുകൊണ്ടേയിരുന്നു. നല്ല ചൂടത്തു കൂടിയാണ് ആ പയ്യനിപ്പോൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഹി വാസ് ഷുവർ ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. അവന് ഒരു കാര്യം ഉറപ്പായിരുന്നു, ദാറ്റ് ഹി ഹാഡ് ഗോൺ ഹാഫ് വേ. പാതി ദൂരം അവൻ നടന്നു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. കാരണം ഹി ഹാഡ് വാക്ക്ഡ് ഫോർ ഓവർ ആൻ അവർ. ഏകദേശം 1 മണിക്കൂറിലധികമായിട്ട് അവൻ എന്ത് ചെയ്യുകയാണ്, നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവൻ പകുതി ദൂരം എന്ത് ചെയ്ത് കഴിഞ്ഞ് കാണും, കവർ ചെയ്ത് കഴിഞ്ഞ് കാണും എന്നുള്ള കാര്യത്തിൽ അവനൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഹി വാസ് ഷുവർ.
Presently, he saw another boy ahead of him driving a few goats down the path. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പ്രസൻ്റ്ലി ഇതാ ഇപ്പോഴായിട്ട് he saw another boy ahead of him. അവൻ്റെ കുറച്ച് ahead കുറച്ച് മുന്നിലായിട്ട് മറ്റൊരു ബാലനെ അവൻ കണ്ടുമുട്ടുകയാണ്. ഡ്രൈവിംഗ് എ ഫ്യൂ ഗോഡ്സ് ഡൗൺ ദി പാത്ത്. കുറച്ച് ആടുകളെയും മേയിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് മീൻസ് കുറച്ച് ആടുകളെയും മേയിച്ചുകൊണ്ട് പോകുന്ന ഒരു ബാലനെ, ഒരു ഗ്രാമീണ ബാലനെ, ഒരു ഇടയ ബാലനെ, ഒരു ഷെപ്പേർഡ് ബോയി അവൻ എന്ത് ചെയ്യുകയാണ്, കണ്ടുമുട്ടുകയാണ്. സ്വാഭാവികമായിട്ടും അവൻ സാധാരണ ചോദിക്കാറുള്ള ചോദ്യം ആ ബാലനോട് ആവർത്തിച്ചു. ഹൗ ഫാർ ഈസ് ദ റിവർ ഹി ആസ്ക്ഡ്. നമ്മുടെ ബോയ് കഥാനായകൻ ചോദിച്ചു ഹൗ ഫാർ ഈസ് ദ റിവർ, ഇനി പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്. ദ വില്ലേജ് ബോയ് സ്മൈൽഡ് ഇൻ എ ഫ്രണ്ട്ലി വേ ആൻഡ് സെഡ്. വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് ആ ഇടയ ബാലൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. ഓ നോട്ട് ഫാർ, ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ. ഓ നോട്ട് ഫാർ, വലിയ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെയാണ്. ജസ്റ്റ് റൗണ്ട് ദ നെക്സ്റ്റ് ഹിൽ, അടുത്ത കാണുന്ന ആ മലയൊന്ന് ചുറ്റി, ആൻഡ് സ്ട്രൈറ്റ് ഡൗൺ, അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്, തൊട്ടരികിൽ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പുഴ എന്ത് ചെയ്യാൻ പോകുന്നത്, കാണാനായിട്ട് പോകുന്നത് എന്ന് ആരോട് മറുപടി പറയുകയാണ്. ഇടയബാലൻ വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബാലനോട് മറുപടി പറയുകയാണ്. The boy, feeling hungry, unwrapped his loaf of bread and broke it in halves. The boy, ഏതാണ് ആ ബോയ്? നമ്മുടെ ബാലനാണ് കേട്ടോ, പ്രൊട്ടാഗോണിസ്റ്റ്, അതായത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബോയ് ഫീലിംഗ് ഹംഗ്രി, അവന് വിശപ്പ് തോന്നിയതുകൊണ്ട് അൺറാപ്ഡ് ഹിസ് ലോഫ് ഓഫ് ബ്രെഡ്. നേരത്തെ അവൻ റാപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ലോഫ് ഓഫ് ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ, പൊതിഞ്ഞു കൊണ്ടുവന്ന ലോഫ് ഓഫ് ബ്രെഡ്, അതിനെ അൺറാപ്പ് ചെയ്തു, മീൻസ് ആ പൊതി എന്ത് ചെയ്തു, നിവർത്തി. ആൻഡ് ബ്രോക്ക് ഇറ്റ് ഇൻ ഹാവ്സ്, അതിനെ രണ്ട് ഹാവ്സ് ആയിട്ട് മീൻസ് രണ്ട് പകുതിയായിട്ട് എന്ത് ചെയ്തു, പകുത്തു, ബ്രെഡിനെ രണ്ടായിട്ട് മുറിച്ചു. ഓഫറിങ് വൺ പോർഷൻ ടു ദി വില്ലേജ് ബോയ്, എന്നിട്ട് ഒരു പോർഷൻ, അതായത് ഒരു കഷ്ണം എടുത്ത് ആർക്ക് ഓഫർ ചെയ്തു, ആർക്ക് നേരെ നീട്ടി, നമ്മുടെ ഷെപ്പേർഡ് ബോയ്ക്ക് നേരെ എന്ത് ചെയ്തു, നീട്ടി. ദേ സാറ്റ് ഓൺ ദി ഹിൽ സൈഡ് ആൻഡ് ഏറ്റ് ഇൻ സൈലൻസ്. അവർ ആ കുന്നിൻ ചെരുവിലിരുന്ന് നിശബ്ദരായിട്ട് എന്ത് ചെയ്തു, ആ ഭക്ഷണം പങ്കുവെച്ച് കഴിച്ചു. ആരൊക്കെയാണ്? നമ്മുടെ ബോയിയും ഗ്രാമീണനായിട്ടുള്ള ആ ഇടയ ബാലനും. When they had finished, they walked on together and began talking. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ when they had finished means when they had finished eating the loaf of bread, they walked on together. അവർ രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്തു, നടന്നു. and began talking. എന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചുകൊണ്ടേ അവരെന്ത് ചെയ്തു, നടന്നുകൊണ്ടേയിരുന്നു. The boy did not notice the smarting of his feet and the heat of the sun and the distance he had covered and the distance he had yet to cover. അങ്ങനെ ഈ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ദ ബോയ് ഡിഡ് നോട്ട് നോട്ടീസ്, നമ്മുടെ കഥാനായകനായിട്ടുള്ള ബോയ് പല കാര്യങ്ങളും ശ്രദ്ധിച്ചില്ല. എന്തൊക്കെയാണ് ശ്രദ്ധിക്കാതെ? ദ സ്മാർട്ടിങ് ഓഫ് ഹിസ് ഫീറ്റ്, തൻ്റെ കാലിൻ്റെ നോവ്, തൻ്റെ കാലിൻ്റെ വേദന അവൻ എന്ത് ചെയ്തില്ല, അറിഞ്ഞിരുന്നില്ല. ആൻഡ് ദ ഹീറ്റ് ഓഫ് ദ സൺ, ആ സൂര്യൻ്റെ ചൂടിനെ അവൻ അറിഞ്ഞിരുന്നില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്, അവൻ എത്ര ദൂരം കവർ ചെയ്തു, എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അവൻ ബോധവാനായിരുന്നില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ഹി ഹാഡ് യെറ്റ് ടു കവർ, ഇനി എത്ര ദൂരം അവന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്, യെറ്റ് ടു കവർ, ഇനി എത്ര ദൂരം അവന് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അവൻ എന്ത് ചെയ്തിരുന്നില്ല, ബോധവാനായിരുന്നില്ല. കാരണം അവർ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, സംസാരിച്ചു കൊണ്ടേയിരുന്നു. But after some time, his companion had to diverge along another path, and the boy was once more on his own. ബട്ട് ആഫ്റ്റർ സം ടൈം, പക്ഷേ കുറച്ച് സമയം നടന്നു കഴിഞ്ഞപ്പോൾ ഹിസ് കമ്പാനിയൻ, അവൻ്റെ സുഹൃത്ത്, ആരാണ് ആ സുഹൃത്ത്? ഇടയ ബാലൻ, ഹാഡ് ടു ഡൈവേർജ്, അവൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു, ഡൈവേർജ് ചെയ്യേണ്ടതായിട്ട് വന്നു, മീൻസ് വഴിതിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. എലോങ് അനദർ പാത്ത്, മറ്റൊരു വഴിയിലേക്ക് വഴിതിരിഞ്ഞു പോകേണ്ടതായിട്ട് വന്നു. അതായത് ആ ബാലന് തിരിഞ്ഞു പോകാനുള്ള വഴി എത്തിയപ്പോൾ എന്ത് ചെയ്തു, ആ ബാലൻ തിരിഞ്ഞു പോയി. ആൻഡ് ദ ബോയ് വാസ് വൺസ് മോർ ഓൺ ഹിസ് ഓൺ. ഓൺ ഹിസ് ഓൺ മീൻസ് എലോൺ, ഒറ്റയ്ക്കായി തീർന്നു. ആൻഡ് ദ ബോയ്, നമ്മുടെ ബോയ് ഉണ്ടല്ലോ, വാസ് വൺസ് മോർ, ഒരിക്കൽ കൂടി എന്തായി തീർന്നു, ഓൺ ഹിസ് ഓൺ. ഹി ബിക്കെയിം എലോൺ വൺസ് മോർ, അവൻ ഒരിക്കൽ കൂടി എന്ത് ചെയ്തു, ഒറ്റപ്പെട്ടു. പല പല കമ്പാനിയൻസിനെയും പല പല വഴിയിൽ കണ്ടുമുട്ടി. അവസാനമായിട്ട് ഇപ്പോൾ കണ്ടുമുട്ടിയത് ഒരു ഇടയബാലനെയായിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഇടയബാലനിൽ നിന്ന് മാറി നമ്മുടെ ബാലൻ എന്ത് ചെയ്തു, ഒറ്റയ്ക്കായി തീർന്നു. ഹി മിസ്ഡ് ദ വില്ലേജ് ബോയ്, ആ വില്ലേജ് ബോയ്, ആ ഗ്രാമീണ ബാലനെ അവന് നഷ്ടമായി. വേറൊന്നുമല്ല, ഗ്രാമീണ ബാലൻ അവൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്തു, തിരിഞ്ഞുപോയി. ഹി കുഡ് നോട്ട് ബി സീൻ, ഇപ്പോൾ അവന് ഗ്രാമീണ ബാലനെ കാണാൻ കഴിയുന്നില്ല. കാര്യം ഗ്രാമീണ ബാലൻ അവൻ്റെ വഴിയിലേക്ക് എന്ത് ചെയ്തു, സഞ്ചരിച്ചു പോയി. ഹിസ് ഓൺ ഹോം വാസ് ഓൾസോ ഹിഡൻ ഫ്രം ദ വ്യൂ ബൈ ദി സൈഡ് ഓഫ് ദി മൗണ്ടൻ.
ആ മൗണ്ടൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ തൻ്റെ സ്വന്തം വീടും ഇപ്പോൾ ആർക്ക് കാണാൻ സാധിക്കുന്നില്ല, നമ്മുടെ ബാലന് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഹിസ് ഓൺ ഹോം, അവൻ്റെ സ്വന്തം വീട് പോലും വാസ് ഓൾസോ ഹിഡൻ, എന്ത് ചെയ്തിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്, ഫ്രം ദ വ്യൂ ബൈ ദി സൈഡ് ഓഫ് ദി മൗണ്ടൻ. ആ മൗണ്ടൻ്റെ സൈഡിൻ്റെ മറവ് കാരണത്താൽ ഇപ്പോൾ തൻ്റെ സ്വന്തം വീടും ആർക്ക് കാണാൻ സാധിക്കുന്നില്ല, കുറച്ചകലെയുള്ള കുന്നിൻ്റെ പുറകിൽ നിൽക്കുന്ന തൻ്റെ സ്വന്തം വീടും ബാലന് കാണാനായിട്ട് സാധിക്കുന്നില്ല. ദ റിവർ വാസ് നോട്ട് ഇൻ ദ സൈറ്റ് ഐഥർ, എന്തിനേയും കാണാൻ സാധിക്കുന്നില്ല. അവൻ ഏത് പുഴയെയാണോ തേടി വന്നത് ആ പുഴയെയും അവൻ എന്ത് ചെയ്യുന്നില്ല, കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ വീടും കാണുന്നില്ല, കൂടെ ഉണ്ടായിരുന്ന കമ്പാനിയനും പോയി, അവൻ തേടി വന്ന പുഴയും അവന് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഹി ബിഗാൻ ടു ഫീൽ ഡിസ്കറേജ്ഡ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്നത് പോലെ തന്നെ അവനും ഡിസ്കറേജ്ഡ് ആയിട്ട് മാറി. മീൻസ് അവനും എന്ത് തോന്നി, നിരാശ തോന്നി. ഹി വാസ് സോറി ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്, അവന് സങ്കടം തോന്നി. ദാറ്റ് ഹി ഹാഡ് ഫിനിഷ്ഡ് ദ ബ്രെഡ്, ആ ബ്രെഡ് ഭക്ഷണം കഴിച്ച് തീർത്തതിൽ അവന് സങ്കടം തോന്നി. കാര്യം എന്താ, ഹി മൈറ്റ് വാണ്ട് ഇറ്റ് ലേറ്റർ, മിക്കവാറും കുറച്ചുകൂടി കഴിയുമ്പോൾ വീണ്ടും വിശക്കും, വീണ്ടും ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് തീർത്തു പോയല്ലോ എന്നുള്ളത് ഓർത്ത് അവൻ എന്ത് തോന്നി, ചെറിയൊരു നിരാശ എന്ത് ചെയ്തു തോന്നി. ഹി വാസ് സോറി, ചെറിയൊരു സങ്കടം, നിരാശ അവന് ഫീൽ ചെയ്തു. ഹി വാസ് ഡിറ്റർമൈൻഡ് ടു സീ ദ റിവർ, പക്ഷേ അവൻ ഒരു കാര്യം ഉറപ്പിച്ചായിരുന്നു. ഹി വാസ് ഡിറ്റർമൈൻഡ്, ഒരു ദൃഢനിശ്ചയം അവനുണ്ടായിരുന്നു. ടു സീ ദ റിവർ, ആ പുഴ കാണണം എന്നുള്ളത് അവൻ നിശ്ചയിച്ചുറപ്പിച്ച കാര്യമായിരുന്നു. ഹി വാക്ക്ഡ് ഓൺ, അവൻ എന്ത് ചെയ്തുകൊണ്ടേയിരുന്നു, നടന്നുകൊണ്ടേയിരുന്നു. ഏതിലൂടെയാണ് അവൻ നടന്നത്, അലോങ് ദി ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്, past mud huts and terraced fields until there were no more fields or huts, only forest and sun and loneliness. യെസ്, ഹി വാക്ക്ഡ് എലോങ് ദി ഹോട്ട് ഡസ്റ്റി സ്റ്റോണി പാത്ത്. എങ്ങനെയുള്ള വഴിയിലൂടെയാണ് അവൻ നടന്നത്, ഹോട്ട് ചൂടേറിയ, ഡസ്റ്റി പൊടി നിറഞ്ഞ, സ്റ്റോണി കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ അവൻ എന്ത് ചെയ്തു, നടന്നു. അങ്ങനെ നടക്കുന്നതിനിടയിൽ അവൻ എന്തൊക്കെ കടന്നുപോയി എന്നാണ് ഇനി അടുത്തായിട്ട് പറയുന്നത്. പാസ്റ്റ് മഡ് ഹട്ട്സ്, മഡ് എന്ന് പറഞ്ഞാൽ ചെളി അല്ലെങ്കിൽ മണ്ണെന്നാണ് അർത്ഥം, ഹട്ട് എന്ന് പറഞ്ഞാൽ കുടിലുകൾ. അപ്പോൾ മഡ് ഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, മണ്ണ് കൊണ്ട് നിർമ്മിച്ച ചില കുടിലുകളൊക്കെ അവൻ എന്ത് ചെയ്തു പോയി, പാസ് ചെയ്തു പോയി, മീൻസ് കടന്നുപോയി. ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ്, ടെറസ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളും അവൻ കടന്നുപോയി. എന്താണ് ടെറസ്ഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ, മണ്ണ് കൊണ്ട് വരമ്പ് കെട്ടിയിട്ടുള്ള അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് തിട്ട കെട്ടിയിട്ടുള്ള പാടങ്ങളെയാണ്, കൃഷിപ്പാടങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ടെറസ്ഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവൻ എന്തൊക്കെയാണ് പാസ് ചെയ്ത് പോയത്, മീൻസ് കടന്നു പോയത്, പാസ് ചെയ്ത് പോയത്, മഡ് ഹട്ട്സ് ആൻഡ് ടെറസ്ഡ് ഫീൽഡ്സ്, അതായത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ വീടുകളും അതുപോലെ തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച വരമ്പുകളുള്ള പാടങ്ങളും കടന്നവൻ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. എത്രത്തോളം ദൂരം സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ, അൺടിൽ ദെയർ വെയർ നോ മോർ ഫീൽഡ്സ് ഓർ ഹട്ട്സ്, ഇനിയൊരു ഫീൽഡോ ഹട്ടോ കാണാനില്ലാത്ത ആ ദൂരം വരെ അവൻ എന്ത് ചെയ്തു, സഞ്ചരിച്ചു. അതായത് ഇതെല്ലാം പാസ് ചെയ്ത് അവൻ ഒരുപാട് ദൂരത്തേക്ക് എന്ത് ചെയ്തു, പോയി. ഇപ്പോൾ അവന് കാണാൻ കഴിയുന്നത് ഇത് മാത്രമാണ്, ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്. ഇപ്പോൾ ഹട്ടില്ല, അതുപോലെ തന്നെ ഫീൽഡില്ല. ഇപ്പോൾ അവൻ്റെ കൂടെയുള്ളത് ആര് മാത്രമാണ്, ഫോറസ്റ്റ്, കാടാണ്, ആൻഡ് സൺ, സൂര്യനും കൂടെയുണ്ട്, ആൻഡ് ലോൺലിനെസ്, പിന്നെ ഏകാന്തതയും കൂടെയുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണ്. ഓൺലി ഫോറസ്റ്റ് ആൻഡ് സൺ ആൻഡ് ലോൺലിനെസ്, സൂര്യനും കാനനവും പിന്നെ ഏകാന്തതയും മാത്രം. നൗ ദർ വാസ് നോ മാൻ ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്. ഇപ്പോൾ അവൻ എത്തി നിൽക്കുന്ന പ്രദേശത്തിനൊരു പ്രത്യേകതയുണ്ട്. ദർ വാസ് നോ മാൻ, ഒരു മനുഷ്യനില്ല അവിടെ. ഓർ എനി സൈൻ ഓഫ് മാൻസ് ഇൻഫ്ലുവൻസ്, മനുഷ്യ സ്വാധീനത്തിൻ്റെ ഒരു അടയാളം പോലും അവിടെ എന്ത് ചെയ്യുന്നില്ല, ശേഷിക്കുന്നില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനും മനുഷ്യനുമില്ലാത്ത ഒരു പ്രദേശത്തേക്ക് ആരെത്തിച്ചേർന്നു, നമ്മുടെ ബോയ് എത്തിച്ചേർന്നു. ഓൺലി ട്രീസ് ആൻഡ് റോക്സ് ആൻഡ് ബ്രാംബിൾ ആൻഡ് ഫ്ലവേഴ്സ്, ഓൺലി സൈലൻസ്. ഓൺലി ട്രീസ് ആൻഡ് റോക്സ്, ഇവിടെ കാണാൻ കഴിയുന്ന കാഴ്ച ഇത്ര മാത്രമാണ്. ട്രീസ് ആൻഡ് റോക്സ്, മരങ്ങളും പാറക്കൂട്ടങ്ങളും. ആൻഡ് ബ്രാംബിൾ ആൻഡ് ഫ്ലവേഴ്സ്, ബ്രാംബിൾ മീൻസ് മുൾച്ചെടികളും അതുപോലെ ഫ്ലവേഴ്സ്, പൂക്കളും കാട്ടുപൂക്കളും മാത്രം കാണാൻ കഴിയുന്നു. ഓൺലി സൈലൻസ്, എന്നിട്ട് കുറച്ച് നിശബ്ദതയും മാത്രം. അതായത് മാനും മനുഷ്യനുമില്ലാത്ത ഒരു കാനനത്തിലാണ് ആര് നിൽക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ബോയ് നിൽക്കുന്നത്. എന്തൊക്കെ പാസ് ചെയ്താണ് അവൻ വന്നത്, ടെറസ്ഡ് ഫീൽഡുകളും അതുപോലെ മഡ് ഹട്ടുകളും ഒക്കെ പാസ് ചെയ്ത് ഇതൊന്നുമില്ലാത്തൊരു പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത്, അവൻ വന്ന് നിൽക്കുന്നത്. ഹി വാസ് ലോൺലി, അവൻ ഒറ്റയ്ക്കാണ്. ദ സൈലൻസ് വാസ് ഇംപ്രസീവ് ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്. ആ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇംപ്രസീവ് മീൻസ് ഇറ്റ് വാസ് അട്രാക്റ്റീവ്, വളരെ ആകർഷകമായിട്ടുള്ള ഒരു സൈലൻസ് ആയിരുന്നു അത്. വളരെ ആകർഷകമായിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈലൻസ് ആയിരുന്നു അത്. ആൻഡ് എ ലിറ്റിൽ ഫ്രൈറ്റനിങ്, പക്ഷേ അതൊരല്പം പേടിപ്പെടുത്തുന്നതുമായിരുന്നു. കാര്യം അവിടെ ആരുമില്ല, അവൻ ഒറ്റയ്ക്കാണെന്നുള്ള ബോധം.
It was different from the silence of a room or street. It was the silence of space, of the unknown, the silence of God. ആ സൈലൻസിന്, ആ നിശബ്ദതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഡിഫറെൻറ്റ്, അത് വ്യത്യസ്തമായിരുന്നു. ആ സൈലൻസ് വ്യത്യസ്തമായിരുന്നു. എന്തിൽ നിന്ന്? ഫ്രം ദ സൈലൻസ് ഓഫ് എ റൂം, ഒരു മുറിയുടെ നിശബ്ദതയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സൈലൻസ് ആയിരുന്നു. ഓർ സ്ട്രീറ്റ്, ഒരു തെരുവിൻ്റെ നിശബ്ദതയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു നിശബ്ദതയായിരുന്നു അവന് ആ കാട്ടിൽ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞത്. ഇറ്റ് വാസ് എ സൈലൻസ് ഓഫ് സ്പേസ്, അത് ശൂന്യതയുടെ നിശബ്ദതയായിരുന്നു, അത് അന്തരീക്ഷത്തിൻ്റെ നിശബ്ദതയായിരുന്നു. ഓഫ് ദി അൺനൗൺ, ഇതുവരെ അനുഭവിക്കാത്ത, ഇതുവരെ അറിയാത്ത ഒരു നിശബ്ദതയായിരുന്നു അത്. ദ സൈലൻസ് ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ നിശബ്ദതയായിരുന്നു. അപ്പോൾ ദൈവീകമായിട്ടുള്ള ഒരു തലം കൈവരികയാണ് നമ്മുടെ ആ ബോയുടെ അനുഭവത്തിന് എന്ന് നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Then as the boy rounded a sharp bend, the silence broke into sound. അപ്പോൾ ഇത്രയും നേരം അവന് നിശബ്ദത മാത്രമായിരുന്നു കൂട്ടുണ്ടായിരുന്നു. ഒരു ശബ്ദം പോലും എന്ത് ചെയ്യുന്നില്ല, കേൾക്കുന്നില്ല. നിതാന്തമായ നിശബ്ദതയായിരുന്നു ആ പയ്യൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. Then as the boy rounded a sharp bend, ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ the boy rounded a sharp bend, ഒരു വലിയ വളവ് എന്ത് ചെയ്തു, അവനങ്ങ് തിരിഞ്ഞു. അങ്ങനെ തിരിഞ്ഞപ്പോൾ the silence broke into sound, ആ നിശബ്ദത എന്തിനു വഴിമാറി? ബ്രോക്ക്ഡ് ഇൻറ്റു സൗണ്ട്, ഘോരമായ ശബ്ദത്തിന് എന്ത് ചെയ്തു, വഴിമാറി. ഒരു വളവ് അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ആ നിശബ്ദത പെട്ടെന്ന് എന്ത് ചെയ്തു, ഘോരമായ ശബ്ദത്തിന് വഴിമാറി. എന്തായിരുന്നു ആ ശബ്ദം? എ സഡൻ റോറിങ് സൗണ്ട്, ഒരു ഭീകരമായ ഗർജന ശബ്ദമായിരുന്നു, ഗർജിക്കുന്ന പോലൊരു ശബ്ദമായിരുന്നു. ദ സൗണ്ട് ഓഫ് ദ റിവർ, അത് മറ്റൊന്നിൻ്റെയും ശബ്ദമായിരുന്നില്ല. ഏതൊരു പുഴയെയാണോ അവൻ തേടി വന്നത്, ആ പുഴയുടെ ഗർജനമായിരുന്നു, ആ പുഴയുടെ ഇരമ്പലായിരുന്നു അവൻ്റെ ആ ശബ്ദം. അവൻ കേട്ട ആ ശബ്ദം എന്ത് ചെയ്യുന്നത് പറയുന്നത്. Far down in the valley, the river tumbled over rocks. Far down in the valley, ആ താഴ്വരയിൽ കുറച്ച് താഴെയായിട്ട്, കുറച്ച് അകലെയായിട്ട്, the river tumbled over rocks, ആ പാറക്കെട്ടുകൾക്ക് മുകളിലൂടെ ആ പുഴ ഇരമ്പിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. ടംബിൾഡ് ഓവർ റോക്സ്, പിന്നെ പാറക്കെട്ടിൻ്റെ മുകളിലൂടെയൊക്കെ ജലമിങ്ങനെ ഉരുണ്ട് വീണ് ഇരമ്പിപ്പാഞ്ഞുകൊണ്ടേയിരുന്നു. The boy gasped, ആ പയ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കിതയ്ക്കാനായിട്ട് തുടങ്ങി. ആൻഡ് ബിഗാൻ ടു റൺ, എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി. കാരണം ഏതൊരു പുഴയാണോ അവൻ തേടി വന്നത്, ഇതാ ആ പുഴ അവൻ്റെ മുന്നിൽ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ഓടുന്നതിൻ്റെ ഇടയിൽ ഹീ സ്ലിപ്ഡ് ആൻഡ് സ്റ്റംബിൾഡ്, ആ പയ്യൻ പലതവണ സ്ലിപ്ഡ് മീൻസ് തെന്നിപ്പോയി, തെറ്റി വീഴാനായിട്ട് പോയി. ആൻഡ് സ്റ്റംബിൾഡ്, പലതവണ തട്ടി വീഴാനും എന്ത് ചെയ്തു പോയി. ചിലപ്പോൾ തെറ്റിപ്പോയി, ചില സമയത്ത് എന്ത് ചെയ്തു, പല കല്ലും കുറ്റിച്ചെടിയിലുമൊക്കെ തട്ടി എന്ത് ചെയ്യാൻ പോയി, വീഴാൻ പോയി. ബട്ട് സ്റ്റിൽ ഹി റൺ, എന്നിട്ടും അവൻ അവൻ്റെ ഓട്ടം എന്ത് ചെയ്തില്ല, നിർത്തിയില്ല. സ്റ്റിൽ ഹി റൺ, അവൻ എപ്പോഴും ഓടിക്കൊണ്ടേയിരുന്നു. Then he was ankle deep in the painfully cold mountain water. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ എവിടേക്ക് ഇറങ്ങിച്ചെന്നു, ആ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ഹി വാസ് ആങ്കിൾ ഡീപ്പ്, ആങ്കിൾ എന്ന് പറഞ്ഞാൽ കണങ്കാലം, കണങ്കാലോളം വെള്ളത്തിൽ അവൻ എന്ത് ചെയ്തു നിന്നു. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? പെയിൻഫുള്ളി കോൾഡ് മൗണ്ടൻ വാട്ടർ, മരം കോച്ചുന്ന തണുപ്പുള്ള, തുളച്ചു കയറുന്ന തണുപ്പുള്ള ആ മൗണ്ടൻ വാട്ടറിൽ, ആ പുഴയിലെ ജലത്തിൽ, ആ മലയിൽ നിന്നുത്ഭവിക്കുന്ന പുഴയിലെ ജലത്തിൽ അവൻ എന്ത് ചെയ്തു, ഇറങ്ങി നിന്നു. എത്രത്തോളം വെള്ളത്തിൽ? കണങ്കാലോളം വെള്ളത്തിൽ അവൻ എന്ത് ചെയ്തു, ഇറങ്ങി നിന്നു. അവൻ പരിപൂർണമായിട്ടും ആ ജലത്തിൻ്റെ ആ തണുപ്പിനെ, സൗന്ദര്യത്തെ എന്ത് ചെയ്തു, ആസ്വദിക്കുകയാണ്. ആൻഡ് ദ വാട്ടർ വാസ് ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് വണ്ടർഫുൾ, ആ ജലം ശുദ്ധമായിരുന്നു, റിഫ്രഷിംഗ് ആയിരുന്നു, ആൻഡ് വണ്ടർഫുൾ, ആ അനുഭവം അതിമനോഹരമായിരുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ പുഴ കാണാനായിട്ട് പുറപ്പെട്ട ആ ബാലൻ്റെ കഥയെന്ന് പറയുന്നത്. പുഴ കാണാൻ പുറപ്പെട്ട ബാലൻ അതിമനോഹരമായ പ്രകൃതിയുടെ ദൃശ്യങ്ങളിലൂടെ, അതിമനോഹരമായിട്ടുള്ള പ്രകൃതിയിലൂടെ നടന്ന് സഞ്ചരിച്ച്, ഒരുപാട് ദൂരം സഞ്ചരിച്ച്, ഒരുപാട് അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിൽ മുതൽക്കൂട്ടായിട്ട് ലഭിച്ച ഒരു സഞ്ചാരപഥത്തിൻ്റെ അവസാനത്തിൽ തൻ്റെ മനസ്സിൽ കൊണ്ട് നടന്ന, കേട്ടുകേൾവി മാത്രമുള്ള, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ പുഴയിലേക്ക് എത്തിച്ചേർന്ന് തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവസാനമായിട്ട് എന്ത് ചെയ്യാൻ സാധിച്ചത്, കാണാനായിട്ട് സാധിച്ചത്. എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് പുസ്തകത്തിൽ ഈ പോർഷൻസ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. സൈഡ് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പോർഷനുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.